السلام عليكم ورحمة الله وبركاته. نحمد الله ونصلي على المصطفى الأمين. أما بعد. ലോകത്ത് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അവന് ആരാധന കൽപ്പിക്കുന്നതിനോടുകൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യരോട് അള്ളാഹു കൽപ്പിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ പരിശുദ്ധ ദീൻ സുന്നത്താക്കിയ കർമ്മങ്ങളിൽപ്പെട്ടതാണ് വിവാഹം കഴിക്കുക എന്നത്. ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകുന്ന ഒരു കാര്യമാണിത്. മറ്റു ആഗ്രഹങ്ങളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കൽ വിവാഹം കൊണ്ട് തന്നെയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിവാഹത്തിന് വളരെയധികം ശ്രേഷ്ഠത നൽകുന്നുണ്ട്. വിവാഹത്തിലൂടെ 2 ജന്മങ്ങൾ ഒരുമിക്കുകയാണ് ചെയ്യുന്നത്. വിവാഹാനന്തരവും അതിനു മുമ്പും ജീവിതത്തിലെ കഷ്ടപ്പാട് കൊണ്ടും അല്ലാതെയും നിരവധി ആളുകൾ പ്രവാസ ജീവിതം ഏറ്റുവാങ്ങാറുണ്ട്. വളരെയധികം കഷ്ടപ്പാടുകൾ ആണ് ഇതോടെ അവർ നേരിടുന്നത്. കുടുംബത്തെയും ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും പോറ്റാൻ വേണ്ടി പ്രവാസലോകം സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. അള്ളാഹു അവർക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ. ധാരാളം പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. എന്തുകൊണ്ടെന്നാൽ അധികം ത്യാഗം ചെയ്തു തൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി പ്രയാസങ്ങൾ നേരിടുന്നവരാണ് അവർ. കുടുംബത്തിനും നാടിനും ഒരുപോലെ ഗുണം ചെയ്യുന്നവരാണ് അവർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീയത്ത് നന്നാക്കിയാൽ എത്രത്തോളം പ്രതിഫലങ്ങൾ ആണ് അവർക്ക് ലഭിക്കുക. മാത്രമല്ല മറ്റുള്ളവർ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും കൂടെ സമാധാനത്തോടെ നടക്കുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പ്രവാസികൾ ജീവിക്കുന്നത്. ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും ചിലർക്ക് സാധിക്കാതെ വരുന്നു. പല പ്രവാസികളും പ്രവാസ ലോകത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന വളരെ വേദനാജനകമായ അവസ്ഥകളും നാം കാണാറുണ്ട്. അള്ളാഹു അത്തരത്തിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരന്മാരെ കാത്തുരക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ പ്രവാസ ലോകം വളരെ വലിയ ത്യാഗമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കാനും കുടുംബം നോക്കാനും ക്ഷമയോടുകൂടെ ഇത് ഏറ്റെടുത്തു എന്ന് കരുതുമ്പോൾ ധാരാളം പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക. ജീവിത ലക്ഷ്യവും മനുഷ്യാധ്വാനത്തിൻ്റെ രഹസ്യവും. മനുഷ്യൻ അധ്വാനിക്കുന്നു, ലക്ഷ്യബോധം അവനെ അതിന് പ്രേരിപ്പിക്കുന്നു. മനുഷ്യൻ അധ്വാനിക്കുന്നത് സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ്. സമ്പാദിക്കുന്നത് ആഹാര വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിത സന്ധാരത്തിനു വേണ്ടിയാണ്. എങ്കിൽ ജീവിതമോ? അതിനൊരു ലക്ഷ്യമില്ലേ? എന്നാൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് കാണുക. മനുഷ്യ ജിന്നുവർഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആരാധനയിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുക വഴി ശാശ്വത വിജയം നേടുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. ഖുർആൻ ഉണർത്തുന്നത് കാണുക. ഏതൊരു വ്യക്തിയും മരണം ആസ്വദിക്കുന്നത് കർമ്മഫലങ്ങൾ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവൻ വിജയിച്ചു കഴിഞ്ഞു. ഐഹിക ജീവിതം കബളിപ്പിക്കപ്പെടുന്ന ഒരു വിഭവം മാത്രമാവുന്നു. ജീവിതത്തെക്കുറിച്ച് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ബോധത്തിന്റെ സകല വശങ്ങളുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു വിളംബരം ചെയ്യുന്നത്. മരണമെന്ന വിരാമത്തിനു ശേഷം മരണത്തിനു മുമ്പ് കഴിച്ചുകൂട്ടിയ കാലയളവിലെ ചെല്ലും ചെയ്തിയും വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. സൽക്കർമ്മങ്ങൾ ചെയ്തു റബ്ബിൻ്റെ പ്രീതി നേടിയവന് ശാശ്വത സ്വർഗവും അപ്രീതി നേടിയവന് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും സങ്കേതമായ നരകവും. ചുരുക്കത്തിൽ ഈ ലോകത്തുള്ള ജീവിതമാണ് പരലോകത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക ജീവിതം അർത്ഥവത്താണ്. അതേ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്ന അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കൂടുതലായി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. മാത്രമല്ല അവരുടെ ഭാര്യമാർക്ക് നൽകുന്ന പ്രതിഫലവും അതിലേറെയാണ്. ഇൻഷാ അല്ലാഹ് അതും കൂടെ ചർച്ച ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.